ഓ മൈ ഗോഡ്, വീണ്ടും താണ്ടെ ആ പയ്യൻ. ഇതുവരേക്കും തീർന്നില്ലേ? കോഹ്ലിയെ കോഹ്ലിയെ ഇത് വിരാട് കോഹ്ലിയുടെ കുടുംബക്കാരാ. ഇത് വലിയ പ്രശ്നവും ഉറപ്പാ. അമ്പയർ ആകാനുള്ള ആശാന്റെ മോഹം അത് വിരാട് കോഹ്ലി മുടക്കും. ഓ അതും പോയി. അമ്പയർ ആവുന്നൊക്കെ പോട്ടെ, തുറക്ക്, മരുന്നെടുത്ത് വെച്ച് കാണാം. അടിക്കല്ലേടാ. പതുക്കെ. അയ്യോ അങ്കിൾ, ഇത് മറ്റേ ചാഹിയല്ലേ? ചാഹിയുടെ അച്ഛനും അമ്മയും. എന്താ നോക്കുന്നത്? സമ്മാനം എനിക്കാന്ന് തോന്നുന്നു. എന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ കേണലാണ്. ചെറുപ്പത്തിൽ എന്തോരം മൂത്രം വെച്ചാൽ തോളത്ത് കിടന്ന്. ചെറുപ്പത്തിലല്ല, വലുപ്പത്തില്. ഈ മാമനെ അറിയാം, ഓർമ്മയില്ലോ? ഉള്ളിച്ചാക്ക് പെടുത്തു മൂത്രം. പിന്നെ വേറെ എല്ലാം തട്ടിക്കൊണ്ട് പോയാലോ. മലയാളം ബുദ്ധിമുട്ട്. ഞാൻ മലയാളിയാ, പക്ഷേ ഇവള് ഹിന്ദിയാ. അതുകൊണ്ട് മൊത്തം ഹിന്ദിയാ. മോന്റെ അന്നത്തെ കൊറേ ബില്ലൊക്കെ എടുത്ത് മാമൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മോനെ അച്ഛനെയും കൈ കിട്ടാൻ നോക്കിയിരിക്കുവായിരുന്നു. വാ എല്ലാം മേടിച്ചിട്ടേ ഇവിടത്തുള്ളു. ലഡു ഹേ, അത് കൊള്ളാം. ലഡു പോയിട്ട് കസേര എടുത്തിട്ട് വാ. നമ്മുടെ കസേര ഞാൻ പോവൂല. അയ്യോ, ഇത് ഞങ്ങളുടെ അന്തേവാസ് അറിയാലോ, മാലും. അത് ഇങ്ങോട്ട് വന്നേ. ലഡു കൊടുക്കട്ടെ. ആക്രാന്തം കാണിക്കില്ല. നിങ്ങൾ പോയില്ലേ? പോയി കസേര എടുത്തിട്ട് വാ. ഞാൻ പിടിക്കാം. ഇതിവിടെ പതിവാ. പുള്ളി കുറച്ച് ഇതാ അബ്കോമാലും. നല്ല തീറ്റിയാ. കസേര ഒന്നല്ലോ. ഇരിക്കാനൊന്നും വേറൊന്നും ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ആലോചിക്കുന്നത് നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയാന്ന. സാറേ, നന്ദി ഞങ്ങളല്ലേ സാറേ പറയണ്ടേ? ഞങ്ങളല്ലേ സാറിന്റെ അടുത്ത് പോക്കിരിത്തരം കാണിച്ചത്. സാറിനോട്, സാറിന്റെ കുടുംബത്തോട് ക്ഷമിക്കണം സാറേ. അറിയാതെ പറ്റിപ്പോയതാണ് ഞങ്ങൾക്ക്. നിങ്ങളിപ്പോ പോക്കിരിത്തരം എന്ന് പറഞ്ഞുവല്ലോ, എനിക്കത് പോക്കിരിത്തരം അല്ല കേട്ടോ. ഞാൻ വിളിക്കുന്ന ദൈവങ്ങളാ നിങ്ങളെ അന്ന് അവിടെ എത്തിച്ചത്. ഓ തമ്പുരാനെ, നിങ്ങൾ അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ ഭാര്യയും പോലും ഇന്ന് ജീവനോടെ ഇരിക്കില്ല. ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്?